ഹായ്, നിങ്ങൾ ലൈഫിൽ ഒരു കംപ്ലീറ്റ് ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മളൊരു 10 വീക്സ് ഓൺലൈൻ ഫ്രീഡം ഹാക്കത്തോൺ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളുടെ ചാനലിൽ നമ്മൾ ഇൻകം ടാക്സിനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലോങ് വീഡിയോസ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ ഇതൊക്കെ നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിതുപോലെ ഇൻകം ടാക്സിനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഈ ഒരു ചാനലിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു ഫ്രീഡം ഹാക്കത്തോൺ ചെയ്യുന്നത് എന്ന് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് ക്ലയൻസിനെയും, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാരെ, പ്രൊഫഷണൽസിനെ, എംപ്ലോയീസ്, ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഒരു 1-to-1 മീറ്റിങ്ങുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് പല ആളുകളും നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലർക്കും അറിയുന്നില്ല എന്നർത്ഥം. ആരും സമ്പാദിക്കുന്നു, ഈ സമ്പാദിക്കുന്ന പണമൊക്കെ എവിടേക്കോ പോകുന്നു. ഒരു വെൽത്ത് ക്രിയേഷൻ പലർക്കും അറിയുന്നില്ല. ഇനി മറ്റൊരു കാര്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര ബിസിയാണ്, എപ്പോഴും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അതായത് ലൈഫിൽ ഒരു 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 ഓട്ടം എന്ന് പറയില്ലേ, ഒരു മെഷീനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഒരു ലാക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, എല്ലാവരും ഇൻകം ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒരു ഫ്രീഡം ആർക്കും ഇല്ല എന്നർത്ഥം. ഇതിൻ്റെ ഒരു റീസൺ നമ്മൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിൽ ഒരു സിസ്റ്റംസ് അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻസ് ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലരും യൂസ് ചെയ്യുന്നില്ല എന്നർത്ഥം. എല്ലാവരും ഒരു ഹാർഡ് വർക്കിൽ നിന്ന് ഹാർഡ് വർക്കിലേക്കുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണെന്നർത്ഥം. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻസിലൂടെ എങ്ങനെ നിങ്ങൾക്കൊരു ഇൻകം സ്ട്രീം ജനറേറ്റ് ചെയ്യാം എന്ന് മാത്രമല്ല, ആ ഒരു ഇൻകം സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാം എന്ന് കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫ്രീഡം ഹാക്കത്തോണിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ഓൺലൈൻ ആയിരിക്കും. നമ്മളൊരു സൂം മീറ്റിങ്ങിലൂടെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും 8 മണി മുതൽ 10 മണി വരെ 2 അവേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ആയിരിക്കും. ഇനി ഇതൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിൽ, ഒരു വർക്ക്ഷോപ്പ് പോലെ നമുക്ക് എങ്ങനെ ഓരോന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പഠിപ്പിച്ചു തരുന്നത്. നമുക്കിനി ഓരോ ആഴ്ചയിലും നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആഴ്ച നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. മാത്രമല്ല, അതിൽ എങ്ങനെ നമുക്കൊരു പേഴ്സണൽ ലൈഫിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ AI ടൂളുകൾ വെച്ചിട്ട് ഒരു ദിവസം ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സെക്കൻഡ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ കാര്യങ്ങൾ, കുറച്ചുകൂടി ഒരു ഓട്ടോമേഷൻ ലെവലിലേക്കൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെ AI നമുക്ക് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ സെക്കൻഡ് വീക്കിൽ നമ്മൾ പഠിക്കുന്നത്. AIയുടെ തേർഡ് വീക്കിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഓട്ടോമേഷൻ ലെവലാണ് കേട്ടോ. അതായത് ഒരു സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ AI എങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഓട്ടോമേഷൻ ലെവലാണ് നമ്മൾ തേർഡ് വീക്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഫോർത്ത് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻസിനെ കുറിച്ചാണ്. നമ്മളുടെ ഹാക്കത്തോണിൽ വളരെ കോർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ പലപ്പോഴും വാട്സപ്പിൽ കൂടെയൊക്കെ നമ്മുടെ ഒരു ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. നമ്മുടെ ഒരു ഓഫീസ് ലൊക്കേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചിലപ്പോൾ പലപ്പോഴും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. മാനുവലി ആയിട്ട് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 or 2 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ നമ്മളൊരു 1000 ടൈംസ് ഇങ്ങനെ ഷെയർ ചെയ്തു എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2000 മിനിറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 33 കൂടുതൽ മണിക്കൂറുകൾ നടത്താം. ഒരു 1-1.25 ദിവസത്തോളമാണ് നമ്മൾ ഈ ഒരു 2000 പ്രാവശ്യം അല്ലെങ്കിൽ 1000 ടൈം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതെന്ന് അർത്ഥം. നേരെ മറിച്ച് നമ്മളിതിലൊരു ഓട്ടോമേഷൻ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻസ് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു സിമ്പിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ സേവ് ചെയ്യുന്നത് മണിക്കൂറുകളോളം ആണ് നിങ്ങൾ ഓൾ ടുഗദർ നിങ്ങൾ സേവ് ചെയ്യണമെന്ന് അർത്ഥം. അതല്ല, ഇതൊരു കംപ്ലീറ്റ് ഓട്ടോമേഷനിലൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ലൈഫ് ഹാക്സ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ, പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലൊക്കെ ഒരു സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ഫോർത്ത് വീക്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത്.
5th വീക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് പേഴ്സണൽ ഫിനാൻസ് മാസ്റ്ററി ആണ്. ഒരുപാട് ആളുകൾ പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ അതൊരു വെൽത്ത് ക്രിയേഷനിലേക്ക് പോകുന്നില്ല എന്നർത്ഥം. പൈസ എവിടുന്നോ വരുന്നു, എങ്ങോട്ടേക്കോ പോകുന്നു. മാത്രമല്ല ചില ആളുകൾ ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്കൊക്കെ പെട്ടുപോകാറുണ്ട്. അപ്പോൾ എങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻസ് മാസ്റ്ററിയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. 6th വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് പ്ലാനിങ് മാസ്റ്ററി ആണ്. അതായത് എല്ലാവരും ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാക്സ് ടെക്നിക്കുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ടാക്സ് പ്ലാനിങ് മാസ്റ്ററി, ഓൾമോസ്റ്റ് എല്ലാ ടാക്സ് പ്ലാനിങ് സീക്രട്സുമാണ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നത്. എങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് ടാക്സിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സീക്രട്സുകളാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് മാസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത്. 7th വീക്കിൽ നമ്മൾ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച്, മാത്രമല്ല ഒരു മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ച്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് ഔട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും, കാര്യങ്ങൾ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്നിക്സ് ആൻഡ് സീക്രട്സ് ആണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമും മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ 7th വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 8th വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് പേഴ്സണൽ ഇംപ്രൂവ്മെന്റിനെ കുറിച്ചാണ്. നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത്, നമ്മൾ കേസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച്, നമ്മൾ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്സിനെ കുറിച്ച്, ഇതുപോലെയുള്ള നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളൊരു പേഴ്സണൽ ലൈഫിൽ ഗ്രോ ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ടെക്നിക്കുകളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 9th വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാൻഡിങ് ആൻഡ് പൊസിഷനിങ്ങിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ കൺസെപ്റ്റാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പല ആളുകളും ഇൻകമൊക്കെ നല്ല ഇൻകമൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു റെക്കഗ്നീഷൻ ഇൻ ദ ഫാമിലി അല്ലെങ്കിൽ ഓഫീസിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയിൽ പല ആളുകൾക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ടായിരിക്കില്ല. അത് ഒരേ ഒരു പ്രോബ്ലം മാത്രമാണ്, നിങ്ങൾ എങ്ങനെ അവിടെ പ്ലേസ് ചെയ്യുന്നു. കറക്റ്റ് പ്ലേസിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു റെക്കഗ്നീഷൻ, ഒരു സെൽഫ് റെക്കഗ്നീഷൻ മാത്രമല്ല, ഒരു ടോട്ടൽ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ കാര്യങ്ങളാണ് നമ്മളവിടെ 9th വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇൻകം ഏണിംഗ് ബ്ലൂ പ്രിന്റ് ആണ്. അതായത് ഏൺ വൈൽ യു സ്ലീപ്പ് എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഓരോരോ കഴിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കഴിവുകൾ നമുക്ക് എങ്ങനെ മൈലേജ് ആക്കിയിട്ട് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം എന്നാണ് നമ്മൾ ലാസ്റ്റ്ലി നമ്മൾ പഠിക്കുന്നത്. ഞാൻ തന്നെ ഇപ്പം നിങ്ങളെ ഈ ഒരു വീഡിയോ കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട്, സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം, ഇതിൻ്റെ A to Z കാര്യങ്ങളാണ് നമ്മൾ ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഫ്രം വീക്ക് 1 to വീക്ക് 10 നമ്മളെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഫൈനലി നമുക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാം എന്നാണ് നമ്മളുടെ ഈ ഒരു ഫ്രീഡം ഹാക്കത്തോണിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഇനി ഫ്രീഡം ഹാക്കത്തോണിൻ്റെ മെമ്പർഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അതിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് ഞാൻ പറയാം. നമ്മളിതിൻ്റെ മെമ്പർഷിപ്പ് ഫീ വരുന്നത് 12,000 rupees ആണ്. നമ്മളുടെ മെമ്പർഷിപ്പ് ഫീ വരുന്നത് ഈ 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന മോർ ദാൻ 20 hours ഉള്ള ഈ ഒരു ഹാക്കത്തോണിൻ്റെ മെമ്പർഷിപ്പ് ഫീ വരുന്നത് 12,000 rupees ആണ്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന നമ്മളുടെ ഒരു ഇയർലി ബേർഡ് ഓഫർ എന്നുള്ളത് നിലയിൽ ഏറ്റവും ആദ്യം ഡിസിഷൻസ് എടുക്കുന്ന 100 പേർക്ക് മാത്രം 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസ് കൊടുക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഒരു ഫ്രീഡം ഹാക്കത്തോൺ ഇതിന് ശേഷവും നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ എല്ലാം ഈ ഒരു റെഗുലർ പ്രൈസിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രി അലൗ ചെയ്യുന്നുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബാച്ചിന് മാത്രമാണ് നമ്മളുടെ ഈ ഒരു ഓഫർ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ പഠിക്കുന്ന ഒരു ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജി ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ ഓട്ടോമേഷൻസിനെ കുറിച്ചു അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഓട്ടോമേഷൻ സ്ട്രാറ്റജിയിൽ നിങ്ങളുടെ ലൈഫിൽ മണിക്കൂറുകളോളാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സേവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ഒരു പൊസിഷനിങ്ങിനെ പറ്റി, ബ്രാൻഡിങ്ങിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പൊസിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് 2 times അല്ലെങ്കിൽ 10 times ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്രീഡം ഹാക്കത്തോണിലേക്ക് ഉള്ള ഒരു അടയ്ക്കുന്ന മെമ്പർഷിപ്പ് ഫീസിൻ്റെ 10 times അല്ലെങ്കിൽ 20 times അല്ലെങ്കിൽ 100 times റിട്ടേൺ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം അത്രയധികം വാല്യൂ ഇൻപുട്സ് ആണ് നമ്മളവിടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഫ്രീഡം നിങ്ങൾ ലൈഫിൽ എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഹാക്കത്തോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മളുടെ ബയോയിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസുകൾ. അപ്പോൾ നമ്മളുടെ ഫ്രീഡം ജേണി ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക.